Question number 21. Integral 2z plus 1 divided by z square plus zdz എന്നതിൻ്റെ വില mod z equal to 1 by 4 എത്രയാണ്? 2 pi I, 0, 4 pi I, negative 2 pi I. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇവിടെ നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോഡ് സെറ്റ് ഈക്വൽ ടു 1/4 എന്ന് പറയുന്നത് സെറ്റ് ഈക്വൽ ടു 0, ഒറിജിൻ 0 ആയിട്ട് റേഡിയസ് 1/4 വരുന്ന ഒരു സർക്കിളാണ്. റേഡിയസ് 1/4 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എൻ പോയിൻറ്റ്സ് 0.25 വരും, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് 0.25. ഇനി നമ്മൾ ആ ഇൻ്റഗ്രലിൻ്റെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. ഫംഗ്ഷൻ 2z plus 1 divided by z square plus z 2z plus 1 divided by z into z plus 1 എന്ന് എഴുതാം. ഇവിടെ z ഈക്വൽ ടു 0യും z ഈക്വൽ ടു -1ഉം സിംഗുലർ പോയിൻറ്റ്സ് ആണ്. ഈ പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. ഇനി ഇവിടെ z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മുടെ ഈ റീജിയൻ്റെ ഉള്ളിലുണ്ട്, മോഡ് z ഈക്വൽ ടു 1/4ൻ്റെ ഉള്ളിലുണ്ട്. ഇനി z ഈക്വൽ ടു -1 ഈ സർക്കിളിൻ്റെ ഔട്ട് സൈഡ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോമിൽ ഇതാണ്, എഫ് ഓഫ് എ ഈക്വൽ ടു 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഡി സെഡ്. അതായത് ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ എന്ന് പറയുന്നത് 2πi ഇൻറ്റു എഫ് ഓഫ് എ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷന് ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഇവിടെ എ എന്ന് പറയുന്നത് സിംഗുലർ പോയിൻ്റ് ആണ് വരിക. ഇവിടെ നമ്മൾ z ഈക്വൽ ടു 0 ആണ് സിംഗുലർ പോയിൻ്റ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 0 ആണ്. ബാക്കിയുള്ളതിനെ നമ്മൾ എഫ് ഓഫ് സെഡ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 2z plus 1 ഡിവൈഡഡ് ബൈ z plus 1 എന്ന് എടുക്കുന്നു. എ ഈക്വൽ ടു 0 ആണ് വരിക. ഇനി നമ്മൾ ഈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇൻ്റഗ്രൽ 2z plus 1 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z plus 1 ഡി സെഡ് എന്നുള്ളതിൻ്റെ ആൻസർ 2πi എന്നിട്ട്, അതായത് ഇതിൻ്റെ ആൻസർ 2πi ഇൻറ്റു എഫ് ഓഫ് എ. ഇവിടെ എഫ് ഓഫ് സെഡ് നമ്മൾ എടുത്തത് ഈ രീതിയിലാണ്. അപ്പോൾ എഫ് ഓഫ് എ കൊടുത്താൽ 2πi ഇൻറ്റു എ ഈക്വൽ ടു 0 കൊടുത്താൽ 0 plus 1 ഡിവൈഡഡ് ബൈ 0 plus 1 ദാറ്റ് ഈസ് 2πi. അപ്പോൾ ഈ രീതിയിലാണ് ആൻസർ വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 22. 2i മൈനസ് 3j പ്ലസ് കെ, 3i പ്ലസ് 2j മൈനസ് കെ ഇവ വികരണങ്ങളായ ഒരു സാമാന്തരികത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 4, 8, √195, √195/2. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമ്മളിവിടെ എ എന്നുള്ളത് ഒന്നാമത്തെ വികരണമായിട്ട് എടുക്കുക, 2i മൈനസ് 3j പ്ലസ് കെ. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ വികരണം, 3i പ്ലസ് 2j മൈനസ് കെ എടുത്താൽ സാമാന്തരികത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 1/2 ഇൻറ്റു മോഡ് എ ക്രോസ് ബി ആണ്. ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് i, j, k. ഒന്നാമത്തേതിൻ്റെ വാല്യൂസ് 2, -3, 1. രണ്ടാമത്തേത് 3, 2, -1. ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുക, /2 കണ്ടാൽ സാമാന്തരികത്തിൻ്റെ വിസ്തീർണ്ണമായി. അപ്പം മോഡ് എടുത്താൽ നമുക്ക് √195 എന്ന് കിട്ടും. അതുകൊണ്ട് √195/2, അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 23. പൂജ്യമല്ലാത്ത രണ്ട് വെക്ടറുകൾ എയും ബിയും ഒരേ രേഖയിലാണെങ്കിൽ ഏതാണ് ശരി? എ ഡോട്ട് ബി ഈക്വൽ ടു 0, എ ക്രോസ് ബി ഈക്വൽ ടു 0, എ പ്ലസ് ബി ഈക്വൽ ടു 0 ഇവയൊന്നുമല്ല. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എയും ബിയും എന്ന് പറയുന്നത് ഒരേ രേഖയിലാണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് അവിടെ 0 ആണ്. ആംഗിൾ 0 ആയാൽ എ ക്രോസ് ബി ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. മോഡ് എ മോഡ് ബി സൈൻ തീറ്റ ആണ് വരുന്നത്. അപ്പോൾ സൈൻ തീറ്റ 0 ആയാൽ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആവും. ഡോട്ട് പ്രൊഡക്റ്റ് 0 അല്ല, അവിടെ കോസ് തീറ്റ. ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് മോഡ് എ മോഡ് ബി കോസ് തീറ്റയാണ്. അപ്പം 0 ആണ് ആംഗിൾ വരുന്നതെങ്കിൽ എ ഡോട്ട് ബി 0 വരില്ല, എ ക്രോസ് ബി ആണ് 0 വരിക. Question number 24. P of A equal to P1, P of B equal to P2, P of A intersection B equal to P3 ആയാൽ P of A given B എത്രയാണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. P1/P2, P2/P1, P2/P3, P3/P2.
ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കണ്ടീഷണൽ പ്രോബബിലിറ്റീൻ്റെ ഡെഫിനിഷൻ പ്രകാരം പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. അതായത് ബി എന്ന് പറയുന്നത് ഓൾറെഡി നടന്നു, അപ്പോൾ പി ഓഫ് എ അതായത് എ നടക്കാനുള്ള സാധ്യതയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. എ ഇൻറ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് P3 ആണെന്ന്, പി ഓഫ് ബിയും തന്നിട്ടുണ്ട് P2 ആണ്. അപ്പോൾ P3/P2 അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഒരു ഡൈസ് എറിഞ്ഞാൽ 3-ൽ കൂടുതൽ ഉള്ള മുഖം വരാനുള്ള സാധ്യത എത്രയാണ്? 1/2, 1/3, 0, 1/6. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമ്മളൊരു ഡൈസ് എറിയാണ്, ഡൈസ് എറിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് 3-ൽ കൂടുതൽ മുഖം വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ 3-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് 4 വരാം, 5 വരാം, അതുപോലെ 6 വരാം. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/6 ആണ്. 3 സാധ്യതയാണ് അവിടെ ഉള്ളത്. 3/6 = 1/2. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 26. 2 ഡൈസുകൾ ഒരുമിച്ചെറിഞ്ഞാൽ ഒന്നാമത്തേതിൽ ഇരട്ട സംഖ്യ വരാനുള്ള സാധ്യത? 1/3, 1/4, 1/2, 0. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ഒരേ സമയം 2 ഡൈസ് എറിഞ്ഞാൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. 36 എലമെൻറ്റ്സ് ആണ് സാമ്പിൾ സ്പേസിൽ വരിക. അതിൽ ഒന്നാമത്തേതിൽ ഇരട്ട സംഖ്യ വരാനുള്ള സാധ്യത ഒന്ന് ഈ ഒരു റോ ആണ്, ഇത്രയും 6 എലമെൻറ്റ്സ്. പിന്നെ വരുന്നത് ഈ 6 എലമെൻറ്റ്സ് ആണ്. പിന്നെ വരുന്നത് ഈ ലാസ്റ്റത്തെ ഈ 6 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ടോട്ടൽ 36 എണ്ണത്തിൽ 18 എണ്ണമാണ് ഇരട്ട സംഖ്യ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 18/36 ആണ്, = 1/2. അതായത് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 27. ഒരു സാമ്പിൾ സ്പേസിലെ 2 സ്വതന്ത്ര സംഭവ്യതകളാണ് എയും ബിയും എങ്കിൽ പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി = പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ഗിവൺ എ, പി ഓഫ് ബി പ്ലസ് പി ഓഫ് എ ഗിവൺ ബി, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ്. ഇനി 2 വേരിയബിൾസ് അതായത് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പി ഓഫ് എക്ക് ഈക്വൽ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് പറയുന്നത് ഏതായിട്ട് മാറും? പി ഓഫ് എ ആയിട്ട് മാറും. ഇതിൽ നിന്ന് പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിട്ട് മാറും. അപ്പോൾ അതുമല്ലെങ്കിൽ ഡയറക്റ്റ് റിസൾട്ടാണ് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി = പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇത് റിസൾട്ടാണ്, അത് വരുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.